ഇടതു രാഷ്ട്രീയത്തിന്റെ പോരാളിയായിരുന്ന ഇപ്പോൾ വലതുപാളയത്തിലേക്ക് ചുവടുമാറിയ RSPയുടെ NK പ്രേമചന്ദ്രനും CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും തമ്മിൽ തീവാറുന്ന പോരാട്ടം നടക്കുന്ന കൊല്ലം മണ്ഡലത്തിലെ വോട്ട് ചാഞ്ചാട്ടമാണ് ഇന്ന് ദ സ്വിംഗ് പരിശോധിക്കുന്നത്. നമുക്കാദ്യം കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ പരിചയപ്പെടാം. കൊല്ലം ലോക്സഭാ മണ്ഡലം 7 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലം ചവറ, കൊല്ലം, കുണ്ടറ, ഇരവിപുരം, ചാത്തന്നൂർ, ചടയമംഗലം, പുനലൂർ. ഇനി നമുക്ക് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് ചാഞ്ചാട്ടങ്ങൾ ഏത് തരത്തിലാണ്, എന്താണ് കൊല്ലത്ത് വിരിയുന്ന തെരഞ്ഞെടുപ്പ് ചിത്രം? കിരൺ തോമസ് ഉണ്ട് എന്നോടൊപ്പം. കിരൺ, കൊല്ലത്തെ രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ RSPയുടെ വേരോട്ടം എത്രത്തോളം ശക്തമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇരു മുന്നണികൾക്കൊപ്പവും RSP നിന്നിട്ടുണ്ട്, അവിടെ ജയിച്ചിട്ടുമുണ്ട്, തോറ്റിട്ടുമുണ്ട്. 3 പതിറ്റാണ്ട് ഇടതുപക്ഷത്ത് നിന്ന് ഇടത് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച ശേഷം ഇപ്പോൾ വലത് പാളയത്തിലേക്ക് RSP എത്തിയിരിക്കുന്നു. CPIMന്റെ ശക്തി കേന്ദ്രമായ കൊല്ലത്ത് ഒരു വലിയ വെല്ലുവിളിയായി മാറാൻ ഏകീകൃത, അതായത് RSP-ബിയും RSPയും കൂടെ ചേർന്നാൽ അത് കൊല്ലത്ത് CPIMന് ഒരു കനത്ത വെല്ലുവിളിയായി മാറും എന്ന് കരുതാനാകുമോ? നമ്മൾ കൊല്ലം മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അത് എപ്പോഴും ഒരു ഇടതു സ്വഭാവമുള്ള മണ്ഡലമാണ്. പക്ഷേ ആ ഇടതു സ്വഭാവം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വെച്ച് പലപ്പോഴും പ്രതിഫലിക്കാറില്ല. അപ്പോൾ RSP, അതുകൊണ്ട് തന്നെയാണ് RSP ഇടതുപക്ഷത്ത് നിൽക്കുമ്പോഴും വലതുപക്ഷത്ത് നിൽക്കുമ്പോഴും ഒരേപോലെ തന്നെ വിജയിക്കാൻ അവർക്ക് കഴിയുന്നത്. ഇപ്പോൾ പുതിയൊരു സാഹചര്യത്തിൽ അതിൽ RSP ഫാക്ടറിനേക്കാൾ കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രേമചന്ദ്രൻ ഫാക്ടറായിരിക്കും ഈ കൊല്ലം മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ CPIMന് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരിടേണ്ടി വരിക. പക്ഷേ RSPയുടെ ഒരു കേന്ദ്രീകൃതമായ ശക്തി കിടക്കുന്നത് ചവറയിലാണ്. ഇപ്പോൾ കിരൺ പറയുന്നതനുസരിച്ച് NK പ്രേമചന്ദ്രന് കൊല്ലത്തെ മുഴുവൻ വോട്ടർമാരെയും സ്വാധീനിക്കാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രേമചന്ദ്രൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് കൊല്ലത്തെ മണ്ഡലത്തിൽ ആകെ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണോ? നമുക്കറിയാം, ഈ RSP എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു പോരാളി എന്നതിലുപരി ഇടതുപക്ഷത്തെ ഒരു പോരാളിയായിട്ടാണ് പ്രേമചന്ദ്രൻ പൊതുവിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി കൊല്ലം മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടത് ഒരു ഇടതുപക്ഷത്തെ പൊതു ആവശ്യം എന്ന രീതിയിൽ കരുതപ്പെട്ട ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രന് സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് ഇടതുപക്ഷത്തെ ആകമാനം ഒരു വികാരത്തിന് അല്ലെങ്കിൽ ഒരു വികാരപരമായിട്ടുള്ള ഒരു താല്പര്യത്തിന് അത് വഴങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം മുഴുവൻ മാത്രമല്ല കേരളം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന ഒരു മന്ത്രിയായിരുന്നു NK പ്രേമചന്ദ്രൻ. അദ്ദേഹം മുല്ലപ്പെരിയാർ വിഷയം പോലുള്ള വിഷയങ്ങളിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ താല്പര്യങ്ങളെ ഉയർത്തിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ള മന്ത്രി എന്ന നിലയിൽ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ടൊരു നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തനായ വക്താവ് എന്ന നിലയിൽ നിന്നിരുന്ന പ്രേമചന്ദ്രൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇടതുപക്ഷത്ത് നിന്ന് വലതുപക്ഷത്തേക്കുള്ള പോക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയൊരു രാഷ്ട്രീയ നിലപാട് മാറ്റമാണ്. അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ അദ്ദേഹത്തെ ബാധിക്കുക എന്നതാണ് കൊല്ലം മണ്ഡലത്തിൽ RSPയുടെ സാധ്യതകളെ വിലയിരുത്തുന്നത്. ഇപ്പോൾ കിരൺ പറയുന്നതനുസരിച്ച് UDFന്റെ പാളയത്തിലേക്ക് NK പ്രേമചന്ദ്രൻ എത്തുന്നതോടുകൂടി അദ്ദേഹത്തിന് കുറച്ചുകൂടി സുരക്ഷിതമായ ഒരു മണ്ഡലമായി കൊല്ലം മാറുന്നുണ്ടോ? UDF രാഷ്ട്രീയത്തിൻ്റെ ഒരു വിജയമായിട്ട് നമുക്ക് 2009 തെരഞ്ഞെടുപ്പിൻ്റെ ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2009 ഒരുപാട് ഫാക്ടറുകൾ ഇടതുപക്ഷത്തിനെതിരായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അങ്ങനെയാണെങ്കിൽ അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. 2009 ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് പ്രതികൂലമായി നിന്ന ഘടകങ്ങൾ, ശരിയല്ലേ? പ്രതികൂലമായി നിന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൊല്ലം മണ്ഡലത്തിൽ 2009 ഫലങ്ങൾ ഇപ്രകാരമായിരുന്നു. പീതാംബരക്കുറുപ്പാണ് കൊല്ലത്ത് 2009 വിജയിച്ച UDF സ്ഥാനാർത്ഥി. പീതാംബരക്കുറുപ്പ് അന്ന് നേടിയ വോട്ട് 3,57,401. അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി P. രാജേന്ദ്രൻ നേടിയ വോട്ട് 3,39,870. വയക്കൽ മധു 33,078 വോട്ടുകൾ നേടി. കിരൺ, ഇതേ ഡാറ്റ ഞങ്ങൾ 2004 ഡാറ്റ വെച്ച് നിങ്ങൾ പരിശോധിക്കുക. 2004 ഒരു വലിയ മുന്നേറ്റം P. രാജേന്ദ്രൻ ഉണ്ടാക്കിയ മണ്ഡലമാണിത്. 2004 ഡാറ്റയുമായി ഇത് കമ്പയർ ചെയ്യുമ്പോൾ 1,00,000-ലധികം വോട്ടിൻ്റെ ഒരു ലീഡ് നമുക്ക് P. രാജേന്ദ്രൻ നേടിയ മണ്ഡലമാണ്. പീതാംബരക്കുറുപ്പ് ഒരു 14,000-ഓളം വോട്ടുകൾക്ക് നേടിയെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് പീതാംബരക്കുറുപ്പിൻ്റെ ലീഡ് എന്ന് പറയുന്നത് അദ്ദേഹം നേടിയ ഭൂരിപക്ഷം 3,57,000, ഭൂരിപക്ഷമല്ല, അദ്ദേഹം നേടിയ ആകെ വോട്ട് 3,57,401. പീതാംബരക്കുറുപ്പ് നേടിയ ഭൂരിപക്ഷം 17,513. 2004 CPIM സ്ഥാനാർത്ഥിയായ P. രാജേന്ദ്രൻ നേടിയ ഭൂരിപക്ഷം എത്രയാണ് എന്ന് കൂടി നമ്മൾ നോക്കണം. തീർച്ചയായിട്ടും. ഓക്കെ, 2004 തെരഞ്ഞെടുപ്പ് ഫലം. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ P. രാജേന്ദ്രൻ നേടിയ ആകെ വോട്ട് 3,55,279 ആയിരുന്നു. തൊട്ടടുത്ത അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ശൂരനാട് രാജശേഖരൻ
കോൺഗ്രസിന്റെ ശൂരനാട് രാജശേഖരൻ നേടിയ വോട്ട് 2,44,208 ആണ്. അല്ല, അപ്പോൾ ഇത് 2004 നിന്ന് 2009 എത്തുമ്പോഴേക്കും നമുക്കറിയാം 1,00,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് അത് UDF സ്ഥാനാർത്ഥി വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിന് ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി കൊല്ലം മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാതിരിക്കാൻ വയ്യ. 2009 ഒരു രാഷ്ട്രീയ സാഹചര്യം, CPM രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവയെ കൂടി പരിഗണിച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് 2009 വലിയൊരു തോൽവി CPM നേരിട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2009 തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ പ്രധാനമായി നിന്നത് PDP-യുമായുള്ള ബന്ധം, മദനിയുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ട്, അതോടൊപ്പം തന്നെ SNC ലാവ്ലിൻ വിഷയം ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അന്ന് കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെയും ബാധിച്ചു എന്നാണോ? അതിനേക്കാൾ ഉപരി ഇത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സംഗതി, കൊല്ലം ഒരു VS പക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായിട്ട് അറിയപ്പെടുന്ന ജില്ലയാണ് കൊല്ലം. അപ്പോൾ സ്വാഭാവികമായും വലിയ തോതിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ കാരണമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കൊല്ലം. അപ്പോൾ അതിൻ്റെ അനുരണനങ്ങൾ കൊല്ലത്തെ വോട്ടിംഗ് പാറ്റേണെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 2004 LDF സ്ഥാനാർത്ഥിക്ക് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞ കൊല്ലം ലോക്സഭാ മണ്ഡലം 2009 ആകുമ്പോഴേക്കും UDF സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് അത്യാവശ്യം നല്ലൊരു മാർജിനിൽ ജയിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിലെ പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ VS പക്ഷം വോട്ട് മറച്ചു നൽകിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? VS പക്ഷം വോട്ട് മറച്ചു നൽകി എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി പോളിംഗ് പെർസെൻറ്റേജിൽ, അതായത് വലിയ തോതിൽ CPM വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ പോയി എന്ന് നമുക്ക് ചില ബൂത്ത് ലെവൽ ഡാറ്റകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 2009 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ശക്തി കേന്ദ്രങ്ങളിൽ ശരിയായ രീതിയിൽ പോളിംഗ് നടന്നിട്ടുണ്ടോ? ആദ്യം നമുക്ക് ചടയമംഗലത്ത് നോക്കാം. ചടയമംഗലത്ത് വോട്ടിംഗ് പാറ്റേൺ ബൂത്ത് 94, 165, 152. ഇതൊരു സാമ്പിളാണ് ഈ ഗോപി. ഇതൊരു വളരെ വലിയ വ്യത്യാസം വന്നിട്ടുള്ള ഡാറ്റകളാണ്. നോക്കൂ, ഇതിനകത്ത് LDFന് 2011 2009 അപേക്ഷിച്ച് ബൂത്ത് നമ്പർ 94 529 പുതിയ, അതായത് 2009 അപേക്ഷിച്ച് 529 പുതിയ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 510 വോട്ടും LDFനാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ 165 600 പുതിയ വോട്ടുകളിൽ 320 CPMനാണ് ലഭിക്കുന്നത്. മൂന്നാമത്തെ 152ാമത്തെ ബൂത്തിൽ നോക്കൂ, 261 പുതിയ വോട്ടുകളെ വന്നിട്ടുള്ളൂ. പക്ഷേ 292 വോട്ട് CPMന് അല്ലെങ്കിൽ LDFന് അനുകൂലമായി ലഭിക്കുകയാണ്. അതിനർത്ഥം ഈ പാറ്റേൺ, അതായത് ഈ 510, 320, 298 എന്ന രീതിയിലുള്ള പാറ്റേൺ നിങ്ങൾക്ക് കൂടുതൽ വിശദമായി അനലൈസ് ചെയ്താൽ വലിയ തോതിലുള്ള പോളിംഗ് വ്യത്യാസം 2009 നിന്നും 2011 ഈ പോളിംഗ് പാറ്റേൺ കാണാവുന്നതാണ്. ഗോപി, മറ്റ് മണ്ഡലങ്ങൾ കൂടി പരിശോധിച്ചാൽ പുനലൂർ മണ്ഡലം നോക്കാം. പുനലൂരിൽ നോക്കൂ, ഈ വ്യത്യാസം കാണാം. അതെ, പുനലൂരും സമാനമായ വ്യത്യാസമാണ്. കാരണം നോക്കൂ, LDFന് 570 ഒരു ബൂത്തിൽ ലഭിക്കുന്ന വോട്ടാണ്, പുതിയതായി ലഭിക്കുന്ന വോട്ടാണ് 570. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, 2009 നിന്ന് 2011 എത്തുമ്പോഴേക്കും ഇടതുപക്ഷം വലിയ തോതിൽ ശക്തിപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 2009 ഡാറ്റയും 2011 ഡാറ്റയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ ബൂത്ത് തിരിച്ചുള്ള കണക്കുകൾ നോക്കുമ്പോൾ 2009 വേണ്ടത്ര ഇടതുപക്ഷ വോട്ടുകൾ പെട്ടിയിൽ വീണിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. നേരത്തെ VS പക്ഷത്തുള്ള ആളുകൾ അവർ മറിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, അവർ പോൾ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 2009 തെരഞ്ഞെടുപ്പിൽ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ ലീഡ് നില നമുക്ക് പരിശോധിക്കാം. 2009 ലോക്സഭാ മണ്ഡലത്തിൽ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ലീഡ് നില. ഇപ്പോൾ UDFന് കിട്ടിയിട്ടുള്ള മണ്ഡലങ്ങൾ, UDFന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ ചവറ, കുണ്ടറ, ഇരവിപുരം, കൊല്ലം. ഈ ചവറ മണ്ഡലം ഒഴിച്ച്, ചവറ മണ്ഡലം ഷിബു ബേബി ജോൺ മത്സരിക്കുന്ന RSPയുടെ ശക്തി കേന്ദ്രമാണ്. ആ മണ്ഡലം ഒഴിച്ച് ഈ കുണ്ടറ അല്ലെങ്കിൽ ഇരവിപുരവും ഒരു RSPയുടെ MLA ജയിച്ച മണ്ഡലമാണ്. ഈ കുണ്ടറയും കൊല്ലവുമൊക്കെ CPMന്റെ ശക്തി കേന്ദ്രങ്ങളായി കരുതപ്പെടുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ പീതാംബരക്കുറുപ്പ് ലീഡ് നേടുന്ന വളരെ രസകരമായിട്ടുള്ള കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്നാൽ LDFന് ലീഡ് ലഭിച്ച മണ്ഡലം കൂടി പരിശോധിച്ചാൽ ആ LDFന്റെ ലീഡ് നിലയിലുള്ള വ്യത്യാസം കൂടി പരിശോധിക്കുമ്പോൾ മാത്രമേ 2009 LDF ലീഡ് ഉണ്ടാക്കിയ നിയോജക മണ്ഡലം പുനലൂർ, ചടയമംഗലം, ചാത്തന്നൂർ. നേരത്തെ നമ്മളൊരു ബൂത്ത് ലെവൽ ഡാറ്റ പരിശോധിച്ചപ്പോൾ നമ്മൾ വലിയ വ്യത്യാസം നമ്മൾ കാണുകയുണ്ടായി. ആ വ്യത്യാസം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ഈ 3 മണ്ഡലങ്ങളിലെ LDFന്റെ ലീഡ്. 372, 6561, 1075 എന്നൊക്കെ പറയുന്നത് താരതമ്യേന ചെറിയ ലീഡാണ്. ഈ ലീഡ് വെച്ചിട്ട് UDF മുൻതൂക്കം ഉണ്ടാക്കിയ മണ്ഡലങ്ങളിൽ LDFന് പ്രതിരോധിക്കാൻ മറികടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് വ്യക്തമാകുന്നത്. അതെ, നമ്മൾ നോക്കേണ്ടത് 2009
7 നിയോജക മണ്ഡലങ്ങളിൽ 4 UDFന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിച്ചു, 3 ഇടതു മുന്നണിക്കും ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിച്ചു. ഈ പാറ്റേൺ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. തീർച്ചയായിട്ടും അത് ആവർത്തിക്കില്ല. കാരണം ബൂത്ത് ലെവൽ ഡാറ്റയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ വോട്ട് വ്യത്യാസം, വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഇത്തരം ഈ ഇടതുപക്ഷത്തിന് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നു നമുക്ക് കാണാൻ കഴിയും. അതായത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ UDF ശക്തി കേന്ദ്രങ്ങളിൽ എന്ത് സംഭവിച്ചു, അതിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാം. അതായത് 7 മണ്ഡലങ്ങളിൽ ചവറയിൽ മാത്രമാണ് UDFന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റ് 6 ഇടത്തും ഇടതു മുന്നണി അവിടെ ശക്തി കാണിച്ചു തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ കൊല്ലം മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ, വിഭാഗീയമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതനുസരിച്ച് അവിടെ വലിയ തോതിലുള്ള ഇടതുപക്ഷ മുന്നേറ്റം ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. അതായത് കിരൺ പറഞ്ഞു വരുന്നത് 2009 വോട്ട് ചെയ്യാതെ മാറി നിന്ന നമ്മൾ VS പക്ഷത്തെ ഒരു വിഭാഗം വോട്ട് ചെയ്യാതെ മാറി നിന്നു എന്ന നിരീക്ഷണമാണ് കിരൺ നടത്തിയത്. അവരുടെ വോട്ടുകളെല്ലാം 2011 ആവുമ്പോഴേക്കും കൃത്യമായി പെട്ടിയിൽ വീണു. അപ്പോൾ 6 മണ്ഡലങ്ങൾ ഇടതു മുന്നണിക്കൊപ്പമായി. അത് മാത്രമല്ല, 2009 നിന്ന് നിങ്ങൾ 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ നിങ്ങൾക്ക് ഈ റിഫ്ലക്ഷൻ കാണാൻ കഴിയും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊല്ലം ഒരു ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഇടതു സ്വഭാവമുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് ശക്തിയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടതു സ്വഭാവം അത് 2009 തെറ്റായി രീതിയിൽ പോൾ ചെയ്യപ്പെട്ടുവെങ്കിൽ 2010 ലും 2011 അത് കൃത്യമായി ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞു തുടങ്ങി എന്നുള്ളത് നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഡാറ്റ മുതൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലം 2010 നോക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് LDF നേടിയിട്ടുള്ളത്, അവർ 18ഓളം ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ നേടിയിരിക്കുന്നു. UDF നേടിയത് 18 എന്ന രീതിയിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന് നമുക്കൊരു വലിയ വോട്ടിംഗ് പാറ്റേൺ എന്ന രീതിയിൽ നമുക്ക് പരിഗണിക്കാം, മണ്ഡലങ്ങൾ പോലെ പരിഗണിക്കാം. അപ്പോൾ തന്നെ കൊല്ലം ജില്ലയിൽ 18 ജില്ലാ പഞ്ചായത്തുകളിൽ 8 എണ്ണം ഇടതുമുന്നണി നേടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കിരൺ പറയുന്നത് 2009 UDFന് ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്ത കൊല്ലം മണ്ഡലത്തിലെ വോട്ടർമാരുടെ മനസ്സിലെ മാറ്റം, അതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ എന്തായാലും അത് 2010 മുതൽ പ്രകടമായി തുടങ്ങി. അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ തന്നെ അതിന്റെ ഇടത് മനസ്സ് പ്രകടമായി തുടങ്ങി. 2011 എത്തുമ്പോഴേക്കും അത് ഏതാണ്ട് ഒരു കംപ്ലീഷനിലേക്ക് എത്തുന്നു. അവിടെ 6 മണ്ഡലങ്ങൾ LDF പിടിച്ചെടുക്കുന്നു, ചവറ മാത്രം UDFിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പഞ്ചായത്ത് ലെവലിലുള്ള ഫലങ്ങൾ, താഴെത്തട്ടിലേക്കുള്ള ഫലങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, നഗരസഭകൾ, ഗ്രാമപഞ്ചായത്തുകൾ, ഇവിടെ എല്ലാം തന്നെ നമുക്ക് ആ വോട്ട് വ്യത്യാസം നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. ആ ചേഞ്ച് അവിടെ തുടങ്ങി അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും അത് ഇടതുപക്ഷത്തേക്ക് പൂർണ്ണമായി മാറുന്ന ഒരു രാഷ്ട്രീയ ചിത്രമാണ് കൊല്ലത്തെ ഡാറ്റകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് 2009 നിന്ന് 2011 എത്തുമ്പോൾ ഇത്ര വലിയൊരു മാറ്റം കൊല്ലത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ വരുന്നതിന് വോട്ടർമാർ രാഷ്ട്രീയമായി ഒരു കാരണം അവർക്ക് ഉണ്ടായതുകൊണ്ടാണോ, അതല്ല ഏറെക്കുറെ വൈകാരികമായി അവർ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നത് കൊണ്ടാണോ? ഈ വൈകാരികമായി തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം കൊല്ലം മണ്ഡലത്തിലുണ്ട്. അത് നമുക്ക് മുൻകാല ഡാറ്റകൾ പരിശോധിച്ചാൽ പല സമയത്തുള്ള വൈകാരികത കാണാൻ കഴിയും. ഉദാഹരണം പറഞ്ഞ് 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ഒരു സീറ്റിലും LDF ജയിച്ചിരുന്നില്ല. കാരണം ചില വൈകാരിക പ്രകടനങ്ങൾ കൊല്ലത്ത് എപ്പോഴും നടക്കാറുമുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ VS പക്ഷത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിച്ചു തുടങ്ങുന്നതനുസരിച്ച് കൊല്ലം മണ്ഡലത്തിൻ്റെ ഇടതു സ്വഭാവം വീണ്ടെടുക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ 2010 2011 സംഭവിച്ചതെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ആ വൈകാരികത എലമെന്റ്, ആ ഇമോഷണൽ എലമെന്റ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും വളരെ വളരെ പ്രകടമല്ലേ? കാരണം 3 പതിറ്റാണ്ട് ഇടതുമുന്നണിക്കൊപ്പം നിന്ന RSP അവർ പറയുന്ന കാരണം അപമാനിക്കപ്പെട്ടു, തങ്ങൾ തിരസ്കരിക്കപ്പെട്ടു എന്ന കാരണം പറഞ്ഞാണ് NK പ്രേമചന്ദ്രൻ ജനങ്ങൾക്ക് മുന്നിൽ ഈ കാരണം നിരത്തിക്കൊണ്ടാണ് UDFിലേക്ക് ചേക്കേറുന്നത്. സ്വാഭാവികമായും NK പ്രേമചന്ദ്രൻ നേതാവിന് വലിയ സ്വീകാര്യതയുള്ള കൊല്ലം മണ്ഡലത്തിൽ കിരൺ പറഞ്ഞ ഈ ഒരു വൈകാരികത എലമെന്റ് കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വൈകാരികമായി കൊല്ലത്തെ വോട്ടർമാർ പ്രതികരിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ UDF കഴിഞ്ഞ തവണ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം എല്ലാം കൂടി കൂട്ടിവെച്ച് വായിക്കുമ്പോൾ പ്രേമചന്ദ്രൻ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൊല്ലത്തുണ്ട് എന്ന അനുമാനത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരുമോ? ഈ വൈകാരികമായി ഒരു ഘടകം അത് മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രേമചന്ദ്രന് തുണയാകാൻ സാധ്യതയുള്ളത്. കാരണം പ്രേമചന്ദ്രൻ്റെ രാഷ്ട്രീയം എപ്പോഴും ഒരു ഇടതുപക്ഷത്ത് അടിയുറച്ച് നിൽക്കുന്ന രാഷ്ട്രീയമായിരുന്നു പ്രേമചന്ദ്രൻ്റേത്. അപ്പോൾ പ്രേമചന്ദ്രൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായി നിന്ന പ്രേമചന്ദ്രൻ അദ്ദേഹം തലേന്ന് വരെ പറഞ്ഞിരുന്ന രാഷ്ട്രീയ നിലപാടിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു മുന്നണിയിലേക്ക് പോകുമ്പോൾ
ആ വൈകാരികത ഫാക്ടറിനെ എങ്ങനെയാണ് പ്രേമചന്ദ്രൻ അതിജീവിക്കുക എന്നുള്ളത്, അതായത് അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ കൊല്ലത്തെയുള്ള ആളുകൾ അവരുടെ വൈകാരികതയെ അത് അത് സ്വാധീനിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിട്ടിരിക്കും പ്രേമചന്ദ്രൻ്റെ വിജയം. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, MA ബേബി എന്ന് പറയുന്ന കാൻഡിഡേറ്റ് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണെന്ന് മാത്രമല്ല, കൊല്ലം മണ്ഡലത്തിൽ അദ്ദേഹം കൊല്ലം മണ്ഡലത്തിലെ തദ്ദേശീയനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ CPM-ൻ്റെ പാർട്ടി വോട്ടുകൾ കൃത്യമായി അദ്ദേഹത്തിന് ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും കൊല്ലം മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മുകളിൽ ഒരു ആൻറ്റി CPM വികാരം ഉണർത്താൻ പ്രേമചന്ദ്രൻ്റെ വൈകാരികത ഫാക്ടറിന് കഴിഞ്ഞാൽ അത് പ്രേമചന്ദ്രന് തുണയാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പൊതുവിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ജാതി പറയുന്നത് ശരിയല്ല, എങ്കിൽ പോലും ജാതി എന്ന് പറഞ്ഞാൽ സാമുദായിക ഘടകം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പല സന്ദർഭങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. കൊല്ലത്തിൻ്റെ കാര്യത്തിലും സവിശേഷമായ ഒരു ജാതി ഘടകം, ഒരു സാമുദായിക ഘടകം നിലനിൽക്കുന്നില്ല. പ്രത്യേകിച്ച് നായർ സമുദായത്തിൽപ്പെട്ടവർ ജയിച്ചു വരുന്ന ഒരു പാരമ്പര്യം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിനില്ലേ? അത് നായർ സ്ഥാനാർത്ഥികൾ പരസ്പരം മത്സരിച്ചു എന്ന് വേണമെങ്കിൽ, പരസ്പരം മത്സരിച്ചപ്പോൾ നായർ സ്ഥാനാർത്ഥി ജയിച്ചു എന്നതിൽ കവിഞ്ഞ് എന്തെങ്കിലും അത്തരത്തിലുള്ളൊരു നായർ ഫാക്ടർ ഉണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഈ കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 7 മണ്ഡലങ്ങൾ പരിശോധിക്കുക. ആ 7 മണ്ഡലങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രധാന സംഗതിയുണ്ട്, അതിൽ ഒരു നായർ സ്ഥാനാർത്ഥി മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു കടുത്ത നായർ ജാതീയത പുലർത്തുന്ന ഒരു വിഭാഗമാണ് കൊല്ലം മണ്ഡലത്തിലെ നായന്മാരെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കൂടി നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ജാതി തിരിച്ചുള്ള കണക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇതുകൂടി പരിഗണിക്കപ്പെടുന്നുണ്ട്. ചവറയിൽ ലത്തീൻ MLA ആണ്, കുണ്ടറയിൽ ലത്തീൻ MLA ആണ്, ഇരുവിപുരത്ത് കൊല്ലത്ത് ഇഴവ MLA ആണ്, പുനലൂരിൽ ഇഴവ MLA ആണ്, അതായത് ചടയമംഗലം ഇഴവയാണ്. ചാത്തന്നൂർ മാത്രമാണ് ഒരു നായർ സ്ഥാനാർത്ഥി, നായർ MLA ഉള്ളത്. അതുപോലെ രസകരമായ മറ്റൊരു സംഗതി, ചവറയിൽ തോറ്റതൊരു പ്രേമചന്ദ്രൻ നായരാണെന്നുള്ള അഡ്വാൻറ്റേജ് പറയുന്നത് പ്രേമചന്ദ്രൻ ചവറയിൽ പരാജയപ്പെട്ടു എന്നുള്ളതും നമ്മൾ ഈ അവസരത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു നായർ ഘടകം എന്നുള്ളത് നമ്മൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ കരുതുന്ന പോലെ ഒരു ജാതീയത എനിക്ക് തോന്നുന്നില്ല കൊല്ലം മണ്ഡലത്തെ സ്വാധീനിക്കുമെന്ന്. ഒരുപക്ഷെ കൊല്ലം മണ്ഡലം ശ്രദ്ധിക്കപ്പെടുന്നത് CPIM-ഉം CPI-യും തമ്മിൽ കടുത്ത അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്ന ഒരു മണ്ഡലം എന്ന തരത്തിൽ കൂടിയാണ്. ഇവരുടെ വോട്ടുകളെല്ലാം കൃത്യമായി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയിലേക്ക് എത്താവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ കൊല്ലത്തുണ്ടോ? ഈ CPM-ഉം CPI-യും സംഘർഷം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജില്ലയാണ് കൊല്ലം. നമുക്ക് CPM CPI സംഘടനകൾ എന്നുള്ള വാർത്തകൾ നമ്മൾ കൊല്ലത്തുനിന്ന് മാത്രമാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. പക്ഷേ കൊല്ലം മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് CPIക്ക് ശക്തിയുണ്ട് താനും. മറ്റ് പല മണ്ഡലങ്ങളെ പോലെ CPIക്ക് CPM-ൻ്റെ സഹായമില്ലാതെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊല്ലം. അപ്പോൾ നമ്മൾ കൊല്ലം മണ്ഡലത്തിലെ 2009-ലെയും 2011-ലെയും CPI വിജയിക്കുന്ന മണ്ഡലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആകുന്നതെന്ന് നമുക്കൊരു ഒരു ചിത്രം ലഭിക്കും. കൊല്ലത്ത് CPI ശക്തി കേന്ദ്രമായ മണ്ഡലങ്ങളിൽ ആദ്യം ഇത് പുനലൂരാണ്. 2009-ൽ 372 ആയിരുന്നത് 18,500 2011 ആകുമ്പോൾ. അപ്പോൾ CPI വോട്ടുകൾ 2009-ൽ വേണ്ടത്ര പെട്ടിയിൽ വീണിട്ടില്ല. നമ്മളതിനെ മറ്റൊരു തലത്തിൽ കാണേണ്ടത്, ഈ CPI വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ CPIക്കൊപ്പം CPM-നും ശക്തിയുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ട ബൂത്ത് ഫാക്ടറികളും നമ്മൾ നേരത്തെ കണ്ട ഇടതുപക്ഷ CPM-ലെ പ്രശ്നങ്ങളും ഓൾറെഡി അവിടെ ബാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും CPIയുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച സമയത്ത് അവിടെ വലിയ വോട്ട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. അതായത് 2009-ലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ CPI സ്ഥാനാർത്ഥി നിന്നപ്പോൾ വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീണു. ചടയമംഗലമാണ്. ചടയമംഗലത്തെ 2009-ൽ CPI വോട്ടുകൾ 6,561, 2011 ആകുമ്പോഴേക്കും അത് 23,624 ആയി. അതെ, അത് ഏത് രീതിയിലാണെന്നുള്ളത് എനിക്കറിയില്ല. അത് CPIക്ക് ആ രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേൺ, ഈ CPIയുടെ വോട്ടിംഗ് പാറ്റേൺ മാത്രമല്ല, ഈ CPM-ന് ഈ 2011 ലീഡ് നേടിയ കൊല്ലത്തും കുണ്ടറയിലും യഥാർത്ഥത്തിൽ പീതാംബരക്കുറിപ്പാണ് ലീഡ് ചെയ്തതെന്ന് കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ആ കണക്കുകൾ കൂടി നോക്കണം. അപ്പോൾ നിങ്ങൾ CPIയുടെ അടുത്ത മണ്ഡലത്തിലും CPIക്ക് വോട്ട് വ്യത്യാസമുണ്ട്. നിങ്ങൾ CPI ജയിച്ച അടുത്ത മണ്ഡലം കൂടി പരിശോധിച്ചാൽ ചാത്തന്നൂർ മണ്ഡലം കൂടി നോക്കാം. CPI മണ്ഡലമായ ചാത്തന്നൂരിൽ 2009-ൽ 1075 ആയിരുന്നു അവർക്ക് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം. അത് 2011 ആകുമ്പോഴേക്കും 12,589 ആയി. അതെ, ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, അതായത് ഈ കൊല്ലം മണ്ഡലത്തിൽ ഈ CPIയുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് 2009-ൽ അവർ കൃത്യമായി ലീഡ് നൽകിയിട്ടുണ്ട് ഇടതുപക്ഷത്തിന്.
പക്ഷേ CPM വിജയിച്ച അത് MA ബേബി MLA ആയിരിക്കുന്ന കുണ്ടറയിലും അതുപോലെ തന്നെ ഗുരുദാസൻ MLA ആയിരിക്കുന്ന കൊല്ലത്തും യഥാർത്ഥത്തിൽ 2009 പീതാംബരക്കുറുപ്പാണ് ലീഡ് ചെയ്യുന്നതും കൂടി കൂട്ടി വായിക്കുമ്പോൾ CPI-ക്കാരെക്കാളും പ്രശ്നമുണ്ടാക്കിയത് CPM-നുള്ളിലെ പ്രശ്നങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ, അതായത് പാർട്ടി CPM-നകത്തുള്ള വിഭാഗീയതാ പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ CPI-യിലെ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലിച്ചതെന്ന് അർത്ഥം. അപ്പോൾ കുണ്ടറ മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചത്? കുണ്ടറയിൽ നമുക്കറിയാം, കുണ്ടറയിലെ UDF-ന് 2009 830 വോട്ടിന് ലീഡായിരുന്നു. അതേപോലെ തന്നെ അത് പിന്നെ 2011 MA ബേബി കുണ്ടറയിൽ നിന്ന് ജയിക്കുന്നത്. അദ്ദേഹം ജയിക്കുമ്പോൾ അത് 14,000-ഓളം വോട്ടിന് ലീഡായിട്ട് അത് മാറുകയാണ്. അതുപോലെ കൊല്ലത്ത് ഗുരുദാസൻ 2009 പീതാംബരക്കുറുപ്പ് 8,000-ഓളം വോട്ടിന് ലീഡർ ജയിക്കുന്നു. 2011 ആകുമ്പോഴേക്കും അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ PK ഗുരുദാസൻ ജയിക്കുകയാണ്. അപ്പോൾ CPI-യിലെ പ്രശ്നങ്ങൾ, CPI കൃത്യമായി CPI മണ്ഡലങ്ങളിൽ നമുക്ക് വ്യക്തമായ ലീഡ് നൽകിയിട്ടുണ്ട്. ചെറിയ ലീഡാണെങ്കിലും അവരുടെ മണ്ഡലങ്ങളിൽ ലീഡ് നൽകിയിട്ടുണ്ട്. അപ്പോൾ CPM-ൻ്റെ മണ്ഡലങ്ങളിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ പീതാംബരക്കുറുപ്പ് ലീഡ് നേടുകയുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ CPM-നുള്ളിലെ പ്രശ്നങ്ങളുടെ ഒരു റിഫ്ലക്ഷനാണ് ത്രൂ ഔട്ട് 2009 കൊല്ലം മണ്ഡലത്തിൽ UDF-നെ തുണയ്ക്കാൻ കാരണമായത്. പക്ഷേ അത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണിത്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. സ്വാഭാവികമായും എനിക്ക് തോന്നുന്നു RSP കൊല്ലത്തുണ്ടാക്കിയിട്ടുള്ള അവരുടെ വേരോട്ടം, അവരുടെ വളർച്ച അത് എത്രത്തോളം ഉണ്ട്. ഒരുപക്ഷെ RSP ഇത്തവണ UDF-ലേക്ക് എത്തുന്നതോടുകൂടി എത്രത്തോളം അവർക്കുള്ള സാധ്യത അത് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. RSP-യുടെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അത് വ്യക്തമാകും. RSP-യുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ 1951 മുതൽ അവർ വിജയിക്കുന്ന മണ്ഡലമാണ്. എനിക്ക് തോന്നുന്നത് എൻ ശ്രീകണ്ഠൻ 1962 അവർ വിജയിക്കുന്നു. ശ്രീകണ്ഠൻ വീണ്ടും 67-ലും ശ്രീകണ്ഠൻ ജയിക്കുന്നു. റൈറ്റ്. 1977-ലും ശ്രീകണ്ഠനാണ് ജയിക്കുന്നത്. അത് കഴിഞ്ഞ് 96-ൽ NK പ്രേമചന്ദ്രൻ വരുന്നു. അതായത് S കൃഷ്ണകുമാർ മത്സരിച്ചിരുന്ന മണ്ഡലത്തിലേക്ക് 96-ൽ മണ്ഡലം തിരിച്ചു പിടിക്കുന്നത് NK പ്രേമചന്ദ്രനിലൂടെയാണ്. പ്രേമേന്ദ്രൻ പിന്നീട് 98-ൽ ആ മണ്ഡലം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇവയെ സംബന്ധിച്ച് RSP-യുടെ രാഷ്ട്രീയത്തെക്കാൾ ഉപരി RSP എന്നൊരു വികാരം, അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും ചവറയിലും അതുപോലുള്ള സ്ഥലങ്ങളിലും RSP വികാരം, ഇരുപൂരിടത്തും RSP വികാരം വർക്കൗട്ട് ചെയ്യുകയും നേരെ മറിച്ച് പ്രേമചന്ദ്രൻ്റെ ഒരു ഫാക്ടർ, അതായത് പ്രേമചന്ദ്രൻ വികാരം കൊല്ലം മണ്ഡലത്തിൽ ഉടനീളം വരികയും ചെയ്താൽ മാത്രമേ RSPക്ക് അവിടെ ഒരു വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ MA ബേബി മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് CPM-ൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ RSPയുടെ അസീസ് മത്സരിക്കുന്ന എരിവുപുരം മണ്ഡലം അത് തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിനുള്ള ഒരേ ഒരു മണ്ഡലമാണ്. അത് ഈ RSPയും UDF-ലേക്ക് വരുന്ന സമയത്ത് ആ മണ്ഡലം തീർച്ചയായും അസീസിന് നൽകേണ്ടി വരും. അപ്പോൾ അവിടെയുള്ള യൂനസ് കുഞ്ഞിനെ പോലുള്ള ആളുകൾ, അവിടുത്തെയുള്ള മുസ്ലിം ലീഗിൻ്റെ ശക്തരായ നേതാക്കളെ സംബന്ധിച്ച് അവരുടെ ഒരു ബേസ് നഷ്ടപ്പെടുന്ന ഒരു പ്രതീതിയാണ് അവിടെ ഉണ്ടാകുക. അപ്പോൾ ആ രീതിയിലുള്ള ചില അസംതൃപ്തികൾ ആ രംഗത്ത് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ട്രേഡ് യൂണിയൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഘടകം. ഓക്കെ, അപ്പോൾ കിരൺ, നമ്മൾ ഏതൊരു നിഗമനത്തിലേക്കാണ് എത്തേണ്ടത്? സ്വാഭാവികമായിട്ടും കൊല്ലം മണ്ഡലം നമ്മൾ ഇതുവരെ പരിശോധിച്ചതനുസരിച്ച് വൈകാരികമായി പ്രതികരിക്കുന്ന വോട്ടർമാർ അവിടെയുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം തന്നെ കാര്യങ്ങൾ വൈകാരികമായി കണ്ടുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 2009-ൽ നിന്നും 2011-ലേക്ക് എത്തുമ്പോഴേക്കും കൊല്ലം മണ്ഡലത്തിൽ പല ഘട്ടങ്ങളിലായി പ്രകടമാണ്. അതാണ് 2009-ൽ പീതാംബരക്കുറുപ്പിനെ തുണച്ച മണ്ഡലം 2010-ലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇടതുപക്ഷത്തേക്ക് ചായുന്നു. 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ചവറയൊഴികെയുള്ള ബാക്കി 6 നിയോജക മണ്ഡലങ്ങളും UDF-നൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. വൈകാരികമായ ഇലമെന്റുകൾ കൊല്ലത്തെ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കും എന്ന വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തണം. പ്രത്യേകിച്ച് MA ബേബിയെ പോലെ വളരെ കരുത്തനായ ഒരു പാർട്ടി സ്ഥാനാർത്ഥി, വളരെ സ്വാധീനമുള്ള, നേരത്തെ കിരൺ പറഞ്ഞതുപോലെ തദ്ദേശീയനായ, അദ്ദേഹത്തിന് വളരെ ചിരപരിചിതനായ, കൊല്ലംകാർക്ക് ഏറെ സ്വീകാരനായ MA ബേബിയെ പോലൊരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ വൈകാരികമായ തലത്തിൽ നിന്നുകൊണ്ടായിരിക്കുമോ കൊല്ലത്തെ വോട്ടർമാർ തെരഞ്ഞെടുപ്പിനെ നേരിടുക ഇത്തവണ? ഈ കൊല്ലത്തെ സാധ്യതകൾ പരിശോധിച്ചാൽ ഈ വൈകാരികത ഫാക്ടർ കൃത്യമായി വർക്കൗട്ട് ചെയ്തിട്ടുള്ളൊരു മണ്ഡലമാണ് കൊല്ലം. നമുക്ക് കാണാൻ കഴിയും. കാരണം ഇടതുപക്ഷത്തുനിന്ന് RSP ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ RSP 77-ലെ ഐക്യമുന്നണിയുടെ ഭാഗമായിരുന്നു. അവിടുന്ന് ഇടതുപക്ഷത്തേക്ക് വരുന്ന സമയത്ത് RSPക്ക് മണ്ഡലം നഷ്ടപ്പെടുന്നൊരു അവസ്ഥ നമുക്ക് 80-ൽ മണ്ഡലം നഷ്ടപ്പെട്ടതാണ്. പിന്നീട് S കൃഷ്ണകുമാറിനെ പോലുള്ള ഒരു ബ്യൂറോക്രാറ്റിനെയാണ് RSPക്കാർ വർഷങ്ങളായി പിന്നീട് വിജയിപ്പിച്ചത്. പിന്നെ നമ്മൾ കാണുന്ന ഒരു സംഗതി, S കൃഷ്ണകുമാർ പരാജയപ്പെടുന്നത് രാജൻ പിള്ളയുടെ ഭാര്യ ഉയർത്തിയിട്ടുള്ള, രാജൻ പിള്ളയുടെ മരണവുമായി ബന്ധപ്പെട്ട് S കൃഷ്ണകുമാറിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർ മത്സരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ 96-ൽ പ്രേമേന്ദ്രൻ വിജയിക്കുന്നത്. അപ്പോൾ വൈകാരികത എപ്പോഴും RSPക്ക് വൈകാരികത എപ്പോഴും പിന്നെ കൊല്ലം മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവമാണ്.
എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം MA ബേബിക്കും ഒരു വൈകാരികത ഘടകം അവിടെയുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ CPM-ലെ മുഴുവൻ പാർട്ടി വോട്ടും CPM-ന് അനുകൂലമായി പോൾ ചെയ്യപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അപ്പോൾ 2011-ലെ വോട്ടിംഗ് പാറ്റേൺ ആവർത്തിച്ചാൽ, CPM-നുള്ളിലെ വോട്ടിംഗ് പാറ്റേൺ ആവർത്തിച്ചാൽ തന്നെ CPM-ന് വിജയിക്കാവുന്ന ഒരു ബേസ് വോട്ട്, അതായത് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് വോട്ടുകൾ കൊല്ലത്ത് CPM-നുണ്ട്. എന്നാൽ ചവറ പോലുള്ള മണ്ഡലങ്ങളിൽ ഏകീകൃത RSP എന്നുള്ളൊരു ഘടകം, അതായത് ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രനും ഭിന്നിച്ച് നിൽക്കുന്ന അവിടെയാണ് LDF-ന്റെ ഒരു വോട്ട്, അവിടെ ഏകീകൃതമായിട്ടൊരു വോട്ട്, അതായത് ശരിക്കും 6610 എന്ന് നമ്മൾ ഫിക്സ് ചെയ്ത ചവറയിലെ ലീഡല്ല യഥാർത്ഥത്തിൽ കൊല്ലത്ത് ആ ചവറയിൽ സംഭവിക്കുക. അത് പീതാംബര കുപ്പന് കിട്ടിയ 14,000, 2009 കിട്ടിയ 14,000 വോട്ടിൻ്റെയും മുകളിൽ ഒരു 20,000, 25,000 വോട്ട് ലീഡ് ചവറയിൽ നിന്ന് അവരുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. റൈറ്റ്. വൈകാരികതയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും കൊല്ലത്ത് MA ബേബിക്കും NK പ്രേമചന്ദ്രനും ഒരുപോലെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നാണ് കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ വോട്ടർമാർ അവരുടെ മനസ്സ് വെളിപ്പെടാൻ നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കേണ്ടി വരും. ഇനി മറ്റൊരു മണ്ഡലവുമായി ദ സ്വിംഗ് നാളെ. താങ്ക് യു കിരൺ.